ഹായ് ഓൾ, വെൽക്കം ടു സ്റ്റഡി വിത്ത് PSC 10th മെയിൻസ് പ്രീവിയസ് ഇയർ മാത്സ് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വർഷത്തിൽ കൂട്ടുപലിശ കണക്കാക്കുന്ന ഒരു ബാങ്കിൽ ഒരാൾ 2000 രൂപ നിക്ഷേപിച്ചു. 2 വർഷം കഴിഞ്ഞപ്പോൾ തുക 2205 ആയി എങ്കിൽ പലിശ നിരക്ക് എത്ര? സൊല്യൂഷൻ, ഇവിടെ ഡെപ്പോസിറ്റ് ചെയ്ത എമൗണ്ട് P 2000 രൂപ, ടോട്ടൽ എമൗണ്ട് തിരികെ കിട്ടിയ ടോട്ടൽ എമൗണ്ട് 2205 രൂപ, വർഷം 2 വർഷം, റേറ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇങ്ങനെ കൂട്ടുപലിശ ക്രമത്തിൽ 2 വർഷത്തെ പലിശ നിരക്ക് കണ്ടുപിടിക്കാനായിട്ട് ഒരു ഫോർമുലയുണ്ട്. അത് ഞാൻ സ്വന്തമായിട്ട് കണ്ടുപിടിച്ചതാണ്. ഈ ടൈപ്പ് പ്രോബ്ലത്തിലെ 2 വർഷത്തെ പലിശ നിരക്ക് കണ്ടുപിടിക്കാനായിട്ട് ഫോർമുല ഇതാണ്: x ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് a/p ഇൻറ്റു 100 സ്ക്വയർ. റേറ്റ് r ഈസ് ഈക്വൽ ടു x മൈനസ് 100. അപ്പോൾ ഈ ഫോർമുല ഉപയോഗിച്ച് ആദ്യം x കണ്ടുപിടിക്കുക. എക്സിൽ നിന്ന് 100 കുറച്ചാൽ റേറ്റ് കിട്ടും. അപ്പോൾ ഈ ഫോർമുല യൂസ് ചെയ്യുന്നത് ഈ ടൈപ്പ് പ്രോബ്ലത്തിലെ 2 വർഷത്തെ പലിശ നിരക്ക് കണ്ടുപിടിക്കാനാണ്. ഇനി വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എക്സ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് a 2205 ഡിവൈഡഡ് ബൈ P 2000 ഇൻറ്റു 100 സ്ക്വയർ. അപ്പോൾ ഇവിടെ 5 കൊണ്ട് വെട്ടാം. അപ്പം 400, 5 കൊണ്ട് വെട്ടുമ്പം 441. അപ്പോൾ ഇതിൻ്റെ റൂട്ട് എടുക്കുക. 441ൻ്റെ റൂട്ട് 21, 400ൻ്റെ റൂട്ട് 20, 100 സ്ക്വയറിൻ്റെ റൂട്ട് 100. അപ്പോൾ ഇവിടെ 20, 5, 100, 21 ഇൻറ്റു 5 105, എക്സ് 105 കിട്ടി. ഇനി റേറ്റ് r ഈസ് ഈക്വൽ ടു എക്സ് മൈനസ് 100, അതായത് 105 മൈനസ് 100, 5% റേറ്റ്. ആൻസർ ഓപ്ഷൻ സി. അടുത്ത ചോദ്യം, ഒരു സമചതുരത്തിൻ്റെ വികർണം 12 സെൻറ്റിമീറ്റർ ആകുന്നു. അതിൻ്റെ പരപ്പളവ് വിസ്തീർണം എത്ര? വികർണം എന്ന് വെച്ചാൽ ഡയഗണൽ. ഒരു സമചതുരത്തിൻ്റെ ഡയഗണൽ തന്നാൽ അതിൻ്റെ വിസ്തീർണം കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് ഏരിയ A ഈസ് ഈക്വൽ ടു ഹാഫ് ഡയഗണൽ സ്ക്വയർ. അപ്പോൾ ഇവിടെ ഡയഗണൽ D 12 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ ഇനി വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. A ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു 12 സ്ക്വയർ. ഹാഫ് ഇൻറ്റു 12 സ്ക്വയർ 144. 144/2 72 വിസ്തീർണം. ആൻസർ ഓപ്ഷൻ ഡി. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു പരീക്ഷയ്ക്ക് ഹാജരായവരിൽ 49.3% കുട്ടികൾ വിജയിച്ചു. ജയിച്ചവരുടെ എണ്ണം 23,128 ആയാൽ ഏകദേശം എത്ര കുട്ടികൾ പരീക്ഷ എഴുതി? സൊല്യൂഷൻ, ഇവിടെ ഒരു ക്ലാസ്സിലെ ജയിച്ച കുട്ടികളുടെ പെർസെൻറ്റേജാണ് 49.3%. ഈ ജയിച്ച കുട്ടികളുടെ എണ്ണം 23,128. അപ്പോൾ ക്ലാസ്സിലെ ആകെ എത്ര കുട്ടികൾ പരീക്ഷ എഴുതിയെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഈ 49.3% 23,128 ആണെങ്കിൽ നമുക്ക് 100% കുട്ടികളെയാണ് കണ്ടുപിടിക്കേണ്ടത് എത്രയാണെന്ന്. അപ്പോൾ അതിനെ എക്സ് ആയിട്ട് എടുക്കുക. അപ്പോൾ ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുന്നതായിരിക്കും കുട്ടികളുടെ എണ്ണം. അപ്പോൾ എക്സ് ഈസ് ഈക്വൽ ടു 23,128 ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ 49.3. അപ്പോൾ ഈ പോയിൻ്റ് മാറ്റാനായിട്ട് ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുവാണ്. അപ്പോൾ ഇവിടെ 23,128 ഇൻറ്റു 100നെ 10 കൊണ്ട് ഗുണിച്ചാൽ 1000. അപ്പോൾ 1000നെ 23,128 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 3 0 ഇടുക. ഡിവൈഡഡ് ബൈ 49.3നെ 10 കൊണ്ട് ഗുണിക്കുമ്പോൾ 493 എന്ന് വരും. അപ്പോൾ ഇതിനി ഡിവൈഡ് ചെയ്യാം. 23,128 3 0 ഡിവൈഡഡ് ബൈ 493. അപ്പോൾ ഇവിടെ 4 കൊണ്ട് ചെയ്യാം. ഓപ്ഷനിലെല്ലാം 4 ആണല്ലോ. അപ്പോൾ 4 കൊണ്ടിട്ട് നോക്കിയാൽ മതി പെട്ടെന്ന്. അപ്പോൾ 4 കൊണ്ട് നോക്കിയാൽ 4, 3,
12 ശിഷ്ടം 1, 4 9 36 1 37 ശിഷ്ടം 3, 4 4 16 3 19. അപ്പോൾ ഇവിടെ 0 340 എന്ന് വരും. 340-ൽ 493 അടങ്ങത്തില്ല. അപ്പോൾ ഈ 8 ഇങ്ങോട്ട് ഇറക്കി എഴുതി. 3408-നകത്ത് 493 ഇൻറ്റു 6 ചെയ്ത് നോക്കാം. 6 3 18 ശിഷ്ടം 1, 6 9 54 1 55 ശിഷ്ടം 5, 6 4 24 5 29, 2958. ഇനി ഒരു 7 കൂടി ഒന്ന് ചെയ്ത് നോക്കിയേക്കാം. 493 ഇൻറ്റു 7, 7 3 21 ശിഷ്ടം 2, 9 7 63 2 65 ശിഷ്ടം 6, 7 4 28 6 34, 3451 വരെ പോകുന്നുണ്ട്. അപ്പം 6 വരെ അടങ്ങത്തുള്ളൂ. 2958 അടങ്ങുള്ളൂ. അപ്പോൾ ഇവിടെ 2958. അപ്പോൾ എന്തായാലും ഇത് 46,000 സംതിങ് ആണെന്ന് മനസ്സിലായി. കറക്റ്റ് 46,000 ആയിരുന്നെങ്കിൽ ഇവിടെ 3408 തന്നെ വന്നേനെ. ഇവിടെ റിമൈൻഡർ വരുന്നുണ്ട്, ശിഷ്ടം കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉത്തരം എന്തായാലും 46,913 ആയിരിക്കും. ഓപ്ഷൻ എ ആയിരിക്കും. ഇനി ഇത് ഫുള്ള് ചെയ്ത് ടൈം വേസ്റ്റ് ആക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇവിടുത്തെ ആൻസർ 46,913 ആൻസർ ഓപ്ഷൻ എ ആണ്. ഇനി ഇത് മറ്റൊരു രീതിയിലും കൂടെ പറയാം, കാരണം മറ്റേതുപോലെ ചെയ്യുമ്പോൾ ഒത്തിരി ഡിവിഷനൊക്കെ വരുന്നില്ലേ. അപ്പോൾ ഇവിടെ ഒരു പരീക്ഷയ്ക്ക് ഹാജരായവരിൽ 49.3% കുട്ടികൾ ജയിച്ചു. അവരുടെ എണ്ണമാണ് 23,128. അപ്പോൾ ഏകദേശം എത്ര കുട്ടികൾ പരീക്ഷ എഴുതിയെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇവിടെ 100% കുട്ടികളെയാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഈ 49.3% ഒരു 2 കൊണ്ട് ഗുണിച്ചാൽ 98.6% വരും. അപ്പോൾ 98.6% ഇവിടെയും 2 കൊണ്ട് ഗുണിക്കണം. അപ്പോൾ ഇത് 23 2 46, 128 2 256. അപ്പോൾ ആ ക്ലാസ്സിലെ 98.6% കുട്ടികളെന്ന് പറയുന്നത് 46,256. അപ്പം 100% കുട്ടികളെ കണ്ടുപിടിക്കാനായിട്ട് ഈ 100%-ൽ നിന്ന് 98.6 കുറച്ചാൽ 1.4% ഇനി വേണ്ടത്. അതായത് ഈ 46,256 കൂടെ ഇതിൻ്റെ 1.4% കൂടെ ആഡ് ചെയ്താലേ ഉള്ളൂ 100% കുട്ടികളാകത്തുള്ളൂ. അപ്പോൾ ഇവിടെ ഒരു സംഖ്യയുടെ ഫുള്ളായിട്ട് പറയുമ്പോൾ അത് 100% ആയിരിക്കും. അപ്പം 10% എന്ന് പറഞ്ഞാൽ ഈ ഒറ്റയുടെ സ്ഥാനത്ത് നിന്ന് ഒരു അക്കം മാറ്റി ഒരു പോയിൻ്റ് ഇടണം. 1% എന്ന് പറഞ്ഞാൽ ഒറ്റയുടെ സ്ഥാനത്ത് നിന്ന് 2 അക്കം മാറ്റി ഒരു പോയിൻ്റ് ഇടണം. അപ്പോൾ ഇവിടെ 1% കണ്ടുപിടിക്കാനായിട്ട് 2 അക്കം മാറ്റി ഒരു പോയിൻ്റ് ഇട്ടു. അപ്പോൾ ഇത് 462.56 എന്ന് വന്നു. അപ്പോൾ 1% എന്ന് പറയുമ്പോൾ 463 എന്ന് എടുക്കാം അപ്രോക്സിമേറ്റ്. ഇനി 0.4% കണ്ടുപിടിക്കണം. അപ്പം 0.1% എന്ന് പറയുമ്പോൾ ഇവിടുന്ന് വീണ്ടും ഒരു സ്ഥാനവും കൂടെ മാറ്റി ഒരു പോയിൻ്റ് ഇട്ടാൽ മതി. അപ്പോൾ ഇത് 46.2 എന്നാകുമേ. അപ്പോൾ 46.2-നെ 46 എന്ന് എടുക്കുക. അപ്പോൾ അത് 0.1%. അപ്പം 0.4% എന്ന് പറയുമ്പോൾ 46-നെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 40 × 4 എന്ന് പറഞ്ഞാൽ 160 6 × 4 എന്ന് പറയുമ്പം 24 വരും. അപ്പോൾ ഇത് 0.4% എന്ന് പറയുമ്പം 184 വരുന്നത് ഇതിൻ്റെ. അപ്പോൾ ഇവിടെ 463 + 184, 4 3 7 8 6 14 ശിഷ്ടം 1 4 1 5 1 6 647 എന്ന് വരും. ഈ 1.4% അത് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുക. അപ്പോൾ ഇവിടെ 46,256 + 647, 6 7 13 ശിഷ്ടം 1 5 4 9 1 10 0 ശിഷ്ടം 1 6 2 8 1 9 46,903 എന്ന് കിട്ടി. അപ്പോൾ അപ്രോക്സിമേറ്റ് 46,913 കുട്ടികളാണ് ഇവിടെ ഉള്ളത്. അങ്ങനെയും കണ്ടുപിടിക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, 150 മീറ്റർ നീളമുള്ള ഒരു ട്രെയിൻ 2 km/മണിക്കൂർ വേഗതയിൽ സഞ്ചരിക്കുന്ന ഒരാളെ കടന്നു പോകുവാൻ 10 സെക്കൻഡ് എടുത്തു എങ്കിൽ ട്രെയിനിൻ്റെ വേഗത എന്ത്? സൊല്യൂഷൻ. വേഗത കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് സ്പീഡ് S = ഡിസ്റ്റൻസ് ബൈ ടൈം. ഡിസ്റ്റൻസ് ട്രെയിനിൻ്റെ നീളം 150 മീറ്റർ, ടൈം 10 സെക്കൻഡ്
ഈ ട്രെയിൻ ഒരാളെ കടന്നു പോകുന്നുണ്ട്. ആ ആളുടെ സ്പീഡാണ് 2 km/h. അപ്പോൾ ഇവിടെ സ്പീഡെന്ന് വെച്ചാൽ ടോട്ടൽ സ്പീഡാണ്. അപ്പോൾ ടോട്ടൽ സ്പീഡ് ഈസ് ഈക്വൽ ടു ട്രെയിനിൻ്റെ സ്പീഡും ആളുടെ സ്പീഡും വരും. അപ്പോൾ ട്രെയിനിൻ്റെ സ്പീഡിനെ എക്സ് ആയിട്ട് എടുത്താൽ എക്സ് പ്ലസ് 2 km/h. അപ്പോൾ ഇനി വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. ഇവിടെ ആൻസർ കണ്ടുപിടിക്കേണ്ടത് km/h സ്പീഡ് കണ്ടുപിടിക്കേണ്ടത്. ഡിസ്റ്റൻസ് മീറ്ററിലും ടൈം സെക്കൻഡിലും. അപ്പോൾ അതിനെ ചേഞ്ച് ചെയ്യണം. ഡിസ്റ്റൻസ് കിലോമീറ്ററിലാണെങ്കിൽ സ്പീഡ് km/h വരും. ഡിസ്റ്റൻസ് മീറ്ററിലാണെങ്കിൽ സ്പീഡ് m/s അപ്പോൾ ഇവിടെ എക്സ് പ്ലസ് 2 ഈസ് ഈക്വൽ ടു 150 മീറ്ററിനെ കിലോമീറ്ററിലോട്ട് മാറ്റാം. അതിനായിട്ട് 1000 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. 150/1000. അതായത് ഈ 1 കിലോമീറ്റർ എന്ന് വെച്ചാൽ 1000 മീറ്റർ. അപ്പോൾ ഇവിടെ 150 മീറ്റർ 150/1000 കിലോമീറ്റർ ഡിവൈഡഡ് ബൈ സെക്കൻഡിനെ മണിക്കൂറിലോട്ട് മാറ്റാനായിട്ട് 3600 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ 10 സെക്കൻഡ് ആകുമ്പോൾ 10 ഡിവൈഡഡ് ബൈ 3600. 3600നെ 60 × 60 എന്ന് എടുക്കുക. അപ്പോൾ ഇവിടെ ഇനി ഇത് വെട്ടാം. ഇവിടുത്തെ ന്യൂമറേറ്ററും ഇവിടുത്തെ ന്യൂമറേറ്ററും വെട്ടാം. ഇവിടുത്തെ ഈ 2 പൂജ്യവും ഇവിടുത്തെ ഈ 2 പൂജ്യവും വെട്ടാം. ഡിനോമിനേറ്ററിന് വെട്ടാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത് 15/10 × 6 ഡിവൈഡഡ് ബൈ 1. അപ്പോൾ ഇനി 5 3 15 5 2 10 2 3 6. അപ്പോൾ ഇത് 6 3 18 18 3 54. അതായത് എക്സ് പ്ലസ് 2 ഈസ് ഈക്വൽ ടു 54. ദെയർഫോർ ട്രെയിനിൻ്റെ സ്പീഡ് എക്സ് ഈസ് ഈക്വൽ ടു 54 - 2 52 km/h. ആൻസർ ഓപ്ഷൻ എ. അടുത്ത ക്വസ്റ്റ്യൻ. ഒരു ടാങ്ക് അതിൻ്റെ 3/4 വെള്ളം നിറച്ചിരിക്കുന്നു. 5 ലിറ്റർ വെള്ളം കൂടി ഒഴിച്ചാൽ അതിൻ്റെ 4/5 നിറയുമെങ്കിൽ ടാങ്കിൻ്റെ യഥാർത്ഥ ശേഷി എത്ര? സൊല്യൂഷൻ. അപ്പോൾ ടാങ്കിൻ്റെ യഥാർത്ഥ ശേഷി, ടാങ്കിൻ്റെ കപ്പാസിറ്റിയെ എക്സ് ആയിട്ട് എടുക്കാം. ഒരു ടാങ്ക് അതിൻ്റെ 4/3 വെള്ളം നിറച്ചിരിക്കുന്നു. അതായത് എക്സിൻ്റെ 4/3 വെള്ളം നിറച്ചിരിക്കുന്നു. 5 ലിറ്റർ വെള്ളം കൂടി ഒഴിച്ചാൽ, അപ്പോൾ +5, അതിൻ്റെ 5/4 നിറയും. അപ്പോൾ ഇത് ഈസ് ഈക്വൽ ടു 5/4 × എക്സ്. ടാങ്കിൻ്റെ 5/4 നിറയും. അതായത് എക്സ് × 5/4. ഇതിൽ നിന്ന് എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ ഇവിടെ 3x/4 + 5 ഈസ് ഈക്വൽ ടു 4x/5. അപ്പോൾ 4x/5 മൈനസ് എക്സിൻ്റെ ടൈമിന് ഒരു സൈഡിലോട്ട് മാറ്റുവാണ്. 4x/5 മൈനസ് 3x/4 ഈസ് ഈക്വൽ ടു 5. അപ്പോൾ ഇനി LCM എടുക്കാം. 5ൻ്റെയും 4ൻ്റെയും LCM 20. ലസാഗുവിനെ ഛേദം കൊണ്ട് ഹരിച്ചിട്ട് അംശം കൊണ്ട് ഗുണിക്കണം. അപ്പോൾ 20/5 4, 4 × 4 16x മൈനസ് 20/4 5, 5 × 3x 15x ഈസ് ഈക്വൽ ടു 5. ഇവിടെ 16x മൈനസ് 15x, അതായത് 1x ഡിവൈഡഡ് ബൈ 20 ഈസ് ഈക്വൽ ടു 5. ദെയർഫോർ എക്സ് ഈസ് ഈക്വൽ ടു 20 × 5 100 ലിറ്റർ. ആൻസർ ഓപ്ഷൻ എ, 100 ലിറ്റർ. അടുത്ത ക്വസ്റ്റ്യൻ. പേനയെ പെൻസിൽ എന്നും പെൻസിലിനെ ചോക്ക് എന്നും ചോക്കിനെ സ്ലേറ്റ് എന്നും സ്ലേറ്റിനെ പേപ്പർ എന്നും എഴുതിയാൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ എഴുതാൻ ഉപയോഗിക്കുന്നത് പേനയാണ്. പേനയെ ഇവിടെ പെൻസിൽ എന്നാണ് വിളിക്കുന്നത്. അപ്പം പേനയെന്ന് വെച്ചാൽ പെൻസിലാവുമ്പം ഏറ്റവും കൂടുതൽ എഴുതാൻ ഉപയോഗിക്കുന്നത് പെൻസിലാണ്. ആൻസർ ഓപ്ഷൻ ബി.
അടുത്ത ക്വസ്റ്റ്യനിൽ ഒരു എറർ ഉണ്ട്, അതുകൊണ്ട് അതിവിടെ ഡിസ്കസ് ചെയ്യുന്നില്ല. അതിൻ്റെ അടുത്ത ക്വസ്റ്റ്യൻ, ABCDEF എന്നീ 6 പേർ പരസ്പരം അഭിമുഖമായി വട്ടത്തിലിരിക്കുന്നു. F എന്നയാൾ ബിയുടെ ഇടത്ത് നിന്ന് മൂന്നാമതാണ്, A എന്നയാൾ സിയുടെ ഇടത്ത് നിന്ന് നാലാമതാണ്, D എന്നയാൾ സിക്കും എഫിനും ഇടയിലാണ്, E എന്നയാൾ എയ്ക്കും എഫിനും ഇടയിലാണ് എങ്കിൽ ഇയുടെ എതിർവശം ഇരിക്കുന്നത് ആര്? സൊല്യൂഷൻ. അപ്പോൾ ഇവിടെ 6 പേർ വട്ടത്തിൽ പരസ്പരം അഭിമുഖമായിട്ടിരിക്കുവാണ്. അപ്പോൾ ഇവിടെ ഒരു വട്ടം വരച്ചു. അഭിമുഖമായിരിക്കുക എന്ന് വെച്ചാൽ സെൻറ്ററിലോട്ട് നോക്കിയിരിക്കുവാണ്. അഭിമുഖമായിട്ടിരിക്കണമെങ്കിൽ സെൻറ്ററിൽ നോക്കിയിരിക്കണം. അപ്പോൾ 6 പേരുണ്ട്. 6 പേര് വട്ടത്തിലിരിക്കുക എന്ന് പറയുമ്പോൾ അതിൻ്റെ ഫിഗർ ഇങ്ങനെ ഇരിക്കും. ഇവിടെ എഫ് എന്നയാൾ ബിയുടെ ഇടത്ത് നിന്ന് മൂന്നാമതാണ്. അപ്പോൾ ഇവിടെ ബി ആണെങ്കിൽ ബിയുടെ ഇടത്ത് നിന്ന് മൂന്നാമത് എഫ് വരും. ഇനി ഈ എഫും ബിയും ആയിട്ട് കണക്ട് ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റ് വേണം നോക്കാനായിട്ട്. അപ്പോൾ ഇവിടെ ഡി എന്നയാൾ സിക്കും എഫിനും ഇടയിലാണ്. അപ്പം ഡി എന്നയാൾ സിക്കും എഫിനെന്ന് പറയുമ്പോൾ സി ഇവിടെ വരാം, ഇവിടെ വരാം. അപ്പോൾ ഇവിടെ രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റിൽ പറയുന്നുണ്ട് എ എന്നയാൾ സിയുടെ ഇടത്ത് നിന്ന് നാലാമതാണെന്ന്. അപ്പോൾ സി ഇവിടെയാണെങ്കിൽ ഇടത്ത് നിന്ന് നാലാമതെന്ന് പറയുമ്പോൾ 1, 2, 3 നാലാമത്തെ പൊസിഷൻ ഇവിടെ എഫ് ഉണ്ട്. അപ്പോൾ ഇവിടെ എന്തായാലും എ വരത്തില്ല. അപ്പോൾ എന്തായാലും സി ഇവിടെ ആയിരിക്കും. അപ്പോൾ സിയുടെ ഇടത്ത് നിന്ന് നാലാമതാണ് എ വരുന്നത്. 1, 2, 3, 4. അപ്പോൾ ഇവിടെ വരും എ. സിക്കും എഫിനും ഇടയിൽ ഡി എന്നയാളുണ്ട്. അപ്പോൾ ഇനി ഒരു പൊസിഷനേ ഉള്ളൂ. അപ്പോൾ അവിടെ ആയിരിക്കും എന്തായാലും ഇ വരുന്നത്. അത് ഓൾറെഡി ഇവിടെ പറഞ്ഞിട്ടുമുണ്ട്. ഇ എന്നയാൾ എയ്ക്കും എഫിനും ഇടയിലാണ്. അപ്പോൾ ഇ എന്നയാൾ എയ്ക്കും എഫിനും ഇടയിലാണ്. അപ്പോൾ ഇയുടെ നേരെ ഓപ്പോസിറ്റ് ഇവിടെ ഇരിക്കുന്നത് സി ആണ്. അപ്പോൾ ഇവിടെ ഇയുടെ എതിർവശം ഇരിക്കുന്നത് സി ആണ്. ആൻസർ ഓപ്ഷൻ സി. അടുത്ത ക്വസ്റ്റ്യൻ, ഒറ്റയാനെ കണ്ടെത്തുക. 7, 9, 11, 13. സൊല്യൂഷൻ 7, 11, 13. ഇത് മൂന്നും അഭാജ്യ സംഖ്യകളാണ്. 9 ഒരു ഭാജ്യസംഖ്യയാണ്. അപ്പോൾ ഇവിടുത്തെ ഒറ്റയാൻ 9 ആണ്. ആൻസർ ഓപ്ഷൻ ബി. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, പ്ലസ് ഈസ് ഈക്വൽ ടു ഡിവിഷൻ, ഡിവിഷൻ ഈസ് ഈക്വൽ ടു മൈനസ്, മൈനസ് ഈസ് ഈക്വൽ ടു ഇൻറ്റു, ഇൻറ്റു ഈസ് ഈക്വൽ ടു പ്ലസ് ആയാൽ 48 പ്ലസ് 16 ഡിവൈഡഡ് ബൈ 4 മൈനസ് 2 ഇൻറ്റു 8 ഈസ് ഈക്വൽ ടു എത്ര? സൊല്യൂഷൻ. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന പോലെ സൈൻ ആദ്യം ചേഞ്ച് ചെയ്ത് കൊടുക്കണം. 48 പ്ലസ് 16 ഡിവൈഡഡ് ബൈ 4 മൈനസ് 2 ഇൻറ്റു 8. സൈൻ ചേഞ്ച് ചെയ്യാം. പ്ലസ് ഡിവിഷൻ, ഡിവിഷൻ മൈനസ്, മൈനസ് ഇൻറ്റു, ഇൻറ്റു പ്ലസ്. അപ്പോൾ ഇതിങ്ങനെ വരും. 48 ബൈ 16 മൈനസ് 4 ഇൻറ്റു 2 പ്ലസ് 8. ഇനി ഇത് സോൾവ് ചെയ്യാം. കാൽക്കുലേഷൻസ് എല്ലാം ചെയ്യേണ്ടത് ബോഡ് മാസ് റൂൾ വെച്ചിട്ടാണ്. ബോഡ് മാസ്, ബ്രാക്കറ്റ് ഓഫ് ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ, അഡീഷൻ, സബ്ട്രാക്ഷൻ. അതായത് ബ്രാക്കറ്റിൽ എന്തെങ്കിലും കാൽക്കുലേഷൻ ഉണ്ടെങ്കിൽ അത് ആദ്യം ചെയ്യണം. എല്ലാ കാൽക്കുലേഷൻസും ചെയ്യേണ്ടത് ആദ്യം ഡിവിഷൻ ചെയ്യണം, പിന്നെ മൾട്ടിപ്ലിക്കേഷൻ, പിന്നെ അഡീഷൻ, പിന്നെ സബ്ട്രാക്ഷൻ. ഈ ഒരു ഓർഡറിൽ വേണം. അപ്പോൾ ഇവിടെ ആദ്യം ചെയ്യേണ്ടത് ഡിവിഷനാണ്. 48 ബൈ 16 3. ഇനി ചെയ്യേണ്ടത് മൾട്ടിപ്ലിക്കേഷൻ. 4 ഇൻറ്റു 2 8. അപ്പോൾ ഇവിടെ 3 മൈനസ് 8 പ്ലസ് 8. അപ്പോൾ ഇനി ചെയ്യേണ്ടത് അഡീഷനാണ്. 3 പ്ലസ് 8 11. ഇനി ചെയ്യേണ്ടത് സബ്ട്രാക്ഷൻ. 11 മൈനസ് 8 3 ആൻസർ ഓപ്ഷൻ എ. ഓക്കെ, നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു.